നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ മാംസനിബദ്ധമല്ല പ്രണയമെന്ന് പണ്ട് കവികൾ പാടിയിട്ടുണ്ട്. കുമാരനാശാനൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രണയത്തിന് സൗന്ദര്യവുമായിട്ടോ അല്ലെങ്കിൽ ബാഹ്യമായ ഘടകങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പ്രണയം വലിയ ആത്മീയമാണെന്നാണ് അന്നത്തെ കവികളൊക്കെ പാടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇന്നത്തെ സ്ത്രീകളോട് പറയാനുള്ളത്, പ്രണയിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പെരുമാതുറയിലെ കഠിനംകുളത്തെ ആതിര കൊല ചെയ്യപ്പെട്ടതുപോലെ വല്ലവനും വന്ന് കുത്തിക്കീറി കൊല്ലും എന്നാണ് പറയാറുള്ളത്. കാരണം ഇത് സോഷ്യൽ മീഡിയ പ്രണയങ്ങളുടെ കാലമാണ്. പത്രങ്ങളെടുത്ത് നോക്കിയാൽ 2-3 കൊലപാതകങ്ങൾ കാണാം നമുക്ക്. ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കാമുകൻ വന്നു കൊന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കാമുകനെ കല്യാണം കഴിക്കണമെന്ന് കാമുകി ആവശ്യപ്പെട്ടു. പക്ഷേ കാമുകൻ കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. അവന് വേറെ കല്യാണാലോചന വരുന്നു. അതുകൊണ്ട് നൈസായി വിളിച്ചു കൊണ്ടുപോയി ഹോട്ടലിൽ ഏതെങ്കിലും ലോഡ്ജിൽ റൂമെടുത്ത് കൊന്നുകളയുന്ന ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ ഫസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകം മലപ്പുറത്തുണ്ടായി. അതുപോലെ എറണാകുളത്ത്, അത് ഏകദേശം 45-50 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് യൂറോപ്പിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അവരും സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ട ഒരു ഇൻസ്റ്റഗ്രാം കാമുകനുമായി സല്ലപിച്ചു. അതിനുശേഷം അവൻ റൂമിൽ വന്നു കുത്തിക്കൊന്നു. അങ്ങനെ കഥ. ഇപ്പോൾ ഇതാ പെരുമാതുറയിൽ ഹാദിര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥ. ഇൻസ്റ്റഗ്രാം കാമുകന്മാരുടെ കൊല കൊണ്ട് കേരളത്തിൻ്റെ പത്രങ്ങളുടെ ചരമക്കോളങ്ങൾ നിറയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അനുഭവങ്ങളിൽ നിന്ന് സ്ത്രീകൾ പഠിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇത് ആദ്യത്തെ കഥയല്ല, രണ്ടാമത്തെ കഥയല്ല, മൂന്നാമത്തെ കഥയല്ല. ദിവസം പത്രങ്ങളെടുത്ത് നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ കേൾക്കാമെന്നതാണ് വലിയ യാഥാർത്ഥ്യം. വെറും 30 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ആതിര. അവൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് കാര്യങ്ങളും നിർവഹിക്കാനുണ്ടായിരുന്നു. കുട്ടി വളരെ ചെറുതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ തന്നെ അറിയാം, ആ പ്രണയം എന്ന് പറയുന്നത് ഒരു വഴിവിട്ട പ്രണയമായിരുന്നു. മാംസനിബദ്ധമായിരുന്നു, അഥവാ സെക്സുമായി ബന്ധപ്പെട്ട പ്രണയമായിരുന്നു എന്നറിയാം. കാരണം അയാൾ മിക്കപ്പോഴും ആ വീട്ടിൽ വന്നു പോയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം പെരുമാതുറ എന്ന് പറയുന്ന പ്രദേശം, ഞാൻ താമസിക്കുന്ന പ്രദേശവുമായി വളരെ അടുത്ത സ്ഥലമാണ്. അവിടെ അങ്ങനെ വന്നു പോകുന്നതിനൊന്നും സാധ്യമല്ല. അപ്പോൾ അത്രത്തോളം കണ്ണിങ് ആയിട്ട് ആതിരയുടെ അറിവോടുകൂടി തന്നെ അയാൾ അവരുടെ വീട്ടിൽ വന്നിരുന്നു, പോയിരുന്നു. അങ്ങനെയുള്ള വീഡിയോസ്, അവരുമായി ബന്ധപ്പെട്ട സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോകൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം സമ്പാദിക്കുവാൻ തുടങ്ങി. അപ്പോൾ അത് ഏകദേശം ആദ്യം 1 ലക്ഷം രൂപ കൊടുത്തു, പിന്നെ 25,000 രൂപ കൊടുത്തു, അവസാന നിമിഷം 2,500 രൂപ കൊടുത്തു എന്നൊക്കെ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവളുടെ ഭർത്താവിനോട് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ഭർത്താവിനെ ഉപേക്ഷിച്ച് അയാളോടൊപ്പം പോകുവാൻ. അയാൾ സൈക്കോ എന്നാണ് പറയുന്നത്. കാരണം മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ, സൈക്കോ, നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ്. അയാളോടാണ് അയാളുടെ വീടും ഊരും പേരും എന്നും അറിയാതെ റീൽസിലൂടെ പരിചയപ്പെട്ട ഈ ആതിര എന്ന് പറയുന്ന പെൺകുട്ടി പ്രണയത്തിലാകുന്നത്. പക്ഷേ അവളുടെ ഭർത്താവിനോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഭർത്താവ് പൂജ ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നതുകൊണ്ട്, ആത്മീയ കാര്യങ്ങൾ അതിയായി ആനന്ദം കണ്ടെത്തിയിരുന്ന ആയതുകൊണ്ട് ഭർത്താവിൻ്റെ കാമുകനെ പറ്റിയൊന്നും അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ സ്ത്രീ അത്രത്തോളം ഇഷ്ടപ്പെട്ടു പോയിരുന്ന ഒരാളായിരിക്കാം. ഭാര്യയ്ക്ക് തെറ്റുപറ്റി, ഇനി അതിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കാം. ആ തെറ്റ് അവൾ തന്നോട് ഏറ്റുപറഞ്ഞില്ലയോ എന്ന് അയാളുടെ സ്വതസിദ്ധമായ നിഷ്കളങ്കതയോടുകൂടി ചിന്തിച്ചിരിക്കാം. തൻ്റെ ഭാര്യ തന്നോട് തെറ്റേറ്റു പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കാം. പക്ഷേ ഭാര്യ തെറ്റാവർത്തിക്കുകയായിരുന്നു എന്നാണ് സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം അവരുടെ പ്രണയസല്ലാപങ്ങൾക്ക് ശേഷമാണ് ആതിര കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചായ കുടിച്ചതിന് ശേഷം ഈ ഔസേപ്പ് എന്ന് പറയുന്ന ആൾ പെരുമാതുറ എന്ന് പറയുന്ന വല്ലാതെ കൺജസ്റ്റഡ് ആയ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെത്തി ചായ കുടിച്ചതിന് ശേഷം മയക്കുമരുന്ന് പോലുള്ള എന്തോ കലക്കിക്കൊടുത്ത് ഉറക്കിക്കിടത്തതിന് ശേഷമാണ് കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോൾ ഭർത്താവിനോട് ഏറ്റു പറഞ്ഞിട്ടും ആതിര ഒരു സൈഡിൽ അയാളുമായിട്ടുള്ള പ്രണയസല്ലാപങ്ങൾ തുടരുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബെസ്റ്റി എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ബെസ്റ്റി എന്തെന്ന് ചോദിച്ചാൽ അത് കാമുകനും ഫ്രണ്ടിനും ഇടയിലുള്ള സാധനം, അല്ലെങ്കിൽ ഭർത്താവിനും ഫ്രണ്ടിനും ഇടയിലുള്ള സാധനം എന്നൊക്കെയാണ് നിർവചനം കൊടുക്കുന്നത്. ഭർത്താവുമല്ല എന്നാൽ ഫ്രണ്ടുമല്ല, രണ്ടിനും ഇടയിലുള്ള ഒരു സാധനത്തെയാണ് ബെസ്റ്റി എന്ന് ചില പെണ്ണുങ്ങൾ പറയുന്നതായിട്ടാണ് നിർവചനങ്ങൾ നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത്. ബെസ്റ്റികൾ വലിയ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഈ ബെസ്റ്റികൾ പിന്നെ ഒരു അവിഹിതത്തിൻ്റെ തലത്തിലേക്ക് വളർന്നു പോകുന്നതും ഇത്തരം കൊലപാതകങ്ങൾ നാട്ടിൽ നടക്കുന്നതും വളരെ സ്വാഭാവികമായി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ
ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ റെമഡി, ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്നാണ് എനിക്ക് പറയുന്നത്. ഇത് ആദ്യത്തേതോ രണ്ടാമത്തതോ മൂന്നാമത്തതോ ആയ കൊലപാതകങ്ങളല്ല. നിരന്തരം ഈ അടുത്ത പ്രാവശ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകൾ പത്രത്തിൽ വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിൻ്റെ സാമൂഹ്യ മനഃസാക്ഷിയിൽ സെക്സ് എന്ന് പറയുന്നത് ആസ്വദിക്കുവാൻ പറ്റുന്ന ഒരു തരം എന്ന രീതിയിലേക്ക് ചിന്ത പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ മയക്കുമരുന്നിൻ്റെ പ്രാധാന്യം, ലൈംഗികത, അത് ഓപ്പണായിട്ടുള്ള നമ്മുടെ നേരത്തെ നമ്മൾ കളിയാക്കിയിരുന്ന അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന, അത് 70കളിലും 80കളിലും ഉണ്ടായിരുന്ന ഓപ്പൺ സെക്സിൻ്റെ തലത്തിലേക്ക് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ എത്തിയിട്ടുണ്ട് എന്നത് ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലത്തുനിന്ന് ഒരു റിപ്പോർട്ട് ചെയ്തു, സഹോദരൻ സഹോദരി ഗർഭിണിയാക്കിയത്. അതുപോലെ നമ്മുടെ കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് വരുന്നു, മകളെ പിതാവ് ഗർഭിണിയാക്കിയത്. അങ്ങനെ ഓപ്പൺ സെക്സിൻ്റെ ഒരു തലത്തിലേക്ക് കേരളം പോകുന്നു. അത് അപകടകരമാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാകണം. അത് മത നേതൃത്വത്തിനുണ്ടാകണം, അത് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാകണം എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നമ്മുടെ സംഭവ വിഗതികൾ കൈവിട്ടു പോകും എന്നത് വലിയ വസ്തുത എന്ന നിലയ്ക്കാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സ്ത്രീകൾ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ വീക്ഷിക്കുക. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു മിനിമം അറിവ് സ്ത്രീകൾക്കുണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വളരെ പരിതാപകരമാണ്. നിങ്ങളിൽ പലരും നാട്ടിൽ എന്തു നടക്കുന്നു എന്നതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. മിക്കപ്പോഴും റീൽസും അതുപോലെ എൻ്റർടൈൻമെൻറ്റ്സ് വീഡിയോസുമാണ് സ്ത്രീകളിൽ പലരും കാണുന്നത്. സാമൂഹിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നത് ഒരു പരിധിവരെ ഇതിന് കാരണമാകുന്നു. സമൂഹത്തിൽ എന്ത് നടക്കുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. റീൽസ് അതുപോലെ എൻ്റർടൈൻമെൻറ്റ്സ് വീഡിയോസ് എന്നതാണ് ഒരു ശരാശരി മലയാള സ്ത്രീയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരി കാണുവാൻ ആഗ്രഹിക്കുന്നത്. യൂട്യൂബിലായാലും എന്തായാലും അത് അപകടകരമാണ്. നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകണം. അല്ലെങ്കിൽ ചതിക്കുഴികളുണ്ട്. നിങ്ങളും നിങ്ങളുടെ പെൺമക്കളും അതിൽ പെടും എന്നതിൽ ഡൗട്ട് വേണ്ട. നന്ദി, നമസ്കാരം. ജയന്ത് വീഡിയോയുമായി തൽക്കാലം വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എനിക്ക് വീട്ടിലെ ആണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് പ്രത്യേകിച്ച് അവരോട് പറയുക, ഈ പത്രമാധ്യമങ്ങളും വീഡിയോയും അതുപോലെ വാർത്തകളുമൊക്കെ ഒന്ന് കാണാൻ. എങ്കിൽ മാത്രമേ ലോകത്ത് നടക്കുന്ന ഇത്തരം ചതിക്കുഴികളെപ്പറ്റി ബോധവതികളാക്കുവാൻ അവരെ ബോധവതികളാക്കുവാൻ കഴിയൂ. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.